ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഇവിടെ പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓവർ കട്ടിയിലുമല്ല, എന്നാൽ തീരെ കനം കുറച്ചിട്ടുമല്ല. അങ്ങനെ ഞാനിവിടെ ഫ്രൈ പാന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 10 കായ് നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ മാങ്ങക്ക് വേറെ തന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ആ കടുകെല്ലാം പൊട്ടി വരുന്ന ടൈമിന് നമുക്കിത് കോരി മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഫൈനായിട്ട് പൊടിയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി പടിക്ക് മുന്നിലായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതേ ഫ്രൈ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെന്ത് കുഴയണ്ട, കാരണം ഇതിൽ ഉപ്പൊക്കെ പിടിക്കുന്ന ടൈമിന് മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ നമുക്ക് നേരത്തെ പൊടിച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അങ്ങനെ ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് പാനിയായിട്ട് ഒഴിച്ചാലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു ശർക്കരയും മസാലയും ഉപ്പൊക്കെ കൂടിയിട്ട് ആ മാങ്ങയിലേക്കൊന്ന് പിടിച്ച് വരുന്നവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം വേവിക്കണ്ട. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ ഇതൊരു സൈഡ് ഡിഷായി എടുക്കുമ്പോൾ നന്നായി ഇഷ്ടപ്പെടും എല്ലാവർക്കും. പിന്നെ കഞ്ഞിക്കൊക്കെ നല്ല രസമുള്ളൊരു അച്ചാർ റെസിപ്പിയാണിത്. അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ.